ഏതു തരത്തിൽ ഈ അമേരിക്കയുടെയും UK-യുടെയും അടക്കമുള്ള അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ് തങ്ങൾ ഈ തീവ്രവാദികളെ തെറ്റിപ്പോറ്റിയത് എന്നൊരു പരാമർശമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏത് തരത്തിലുള്ള സമ്മർദ്ദ തന്ത്രമാണ് പാകിസ്ഥാൻ നമുക്കെതിരെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? പാകിസ്ഥാന് പ്രത്യേകിച്ച് അത്തരത്തിലുള്ള എന്തെങ്കിലും സമ്മർദ്ദങ്ങൾ നിലവിൽ ഭാരതത്തിന് നേരെ ചുമത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇപ്പോൾ കുറച്ചു നേരത്തെ വിൻസെൻ്റ് സാർ പറയുന്ന പല വിഷയങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 47 മുതൽ ഇതുവരെയുള്ള ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ലോകം എപ്പോഴും രണ്ട് തട്ടിലായിട്ട് നിന്നിരുന്നുള്ളൂ. ഒരു വിഭാഗം ഭാരതത്തിനോടൊപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിഭാഗം പാകിസ്ഥാനൊപ്പം. ഇപ്പോൾ US പാകിസ്ഥാനൊപ്പം ആണെന്നുണ്ടെങ്കിൽ USSR ഇന്ത്യക്കൊപ്പം, ഇങ്ങനെയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾ കൊണ്ട് നമുക്കറിയാം പൊളിറ്റിക്കലി ഒരുപാട് ചേഞ്ചസ് ജിയോ പൊളിറ്റിക്സിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് USSR അല്ല, റഷ്യയും UK-യും ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നാലും ശരി തന്നെയാണ്, മറ്റ് ലോകത്തുള്ള ശക്തികളായിരുന്നാലും ശരി തന്നെയാണ്, ഇവരെല്ലാവരും ഏതാണ്ട് ഓൾമോസ്റ്റ് ഏകപക്ഷീയം എന്ന് പറയാൻ പറ്റുന്ന തലത്തിൽ തന്നെ ഭാരതത്തിനൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് കാണുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നിലവിലൊരു നെഗോസിയേഷൻ ടേബിളിലേക്ക് പോകുമ്പോഴായിരുന്നാലും ശരി തന്നെയാണ്, മറ്റ് കുറച്ചുകൂടി കടുത്ത നടപടികളിലേക്ക് നമ്മൾ പോകുമ്പോഴായിരുന്നാലും ശരി തന്നെയാണ്, നമുക്ക് വലിയ തരത്തിലുള്ള മേൽക്കൈ അവിടെ ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയം ഉണ്ടാകേണ്ടുന്ന കാര്യമില്ല. കാരണം ഇന്ന് ലോകശക്തികളുടെ മുൻപിൽ അവരിന്ന് സമന്മാരായിട്ടാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനെയും സമന്മാരായിട്ട് കണ്ടിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്തെ ഈ പറയുന്ന സൂപ്പർ പവേഴ്സ് എല്ലാം തന്നെ അവർക്ക് സമമായിട്ടാണ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കുറച്ച് മുമ്പ് യൂറോപ്യൻ യൂണിയനിലൊക്കെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, എന്താണ്, ഒരേ സമയത്ത് റഷ്യൻ പ്രസിഡന്റിനെയും ഒരേ സമയത്ത് നമ്മുടെ യുക്രൈനിലെ ഭരണാധികാരിയെ, രണ്ടുപേരെയും ഒരേപോലെ ആലിംഗനം ചെയ്യുവാൻ ശേഷിയുള്ള ഒരേ ഒരു ഭരണാധികാരിയെ ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നുള്ളൂ എന്നാണ് നരേന്ദ്രമോദിജിയെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ നരേന്ദ്രമോദി വ്യക്തിയല്ല, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേച്ചർ ഇന്റർനാഷണൽ ലെവലിൽ ജിയോ പൊളിറ്റിക്കൽ ലെവലിൽ അച്ചീവ് ചെയ്യുന്നതിന് ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പഴയതുപോലെ എന്താണ്, ഒരു നെഗോസിയേഷൻ ടേബിളിൽ വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സ്വാധീനിച്ച് അവർക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇന്ന് പാകിസ്ഥാനിൽ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്.